ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മണി ടോക്കിലൂടെ നമ്മൾ എങ്ങനെ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് കാർ ഷോറൂം അല്ലെങ്കിൽ കാർ ബിസിനസ് നമുക്ക് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, യൂസ്ഡ് കാറുകൾ വിൽക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ വിൽക്കുന്ന ആളുകളെ നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടാകും. അവരാരെങ്കിലും നഷ്ടമാണ് എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? യൂസ്ഡ് കാർ വിൽപ്പന അതിന് സാധ്യത വളരെയധികം കുറവാണ്. ഇതിൽ നമുക്ക് റിസ്ക് ഫാക്ടർ വളരെ കുറവാണ്. അതായത് റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള റിസ്ക് നമ്മുടെ യൂസ്ഡ് കാറുകൾ വിൽക്കുന്നതിൽ നമുക്ക് ഇല്ല. എന്നാൽ ഒട്ടും റിസ്ക് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. പക്ഷേ അത് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും നമുക്ക് ഇനി മുന്നോട്ട് പറയാം. ഒന്നാമത്, നമ്മൾ ഈ യൂസ്ഡ് കാറുകൾ, സെക്കൻഡ് ഹാൻഡ് കാറുകളൊക്കെ നമ്മൾ വാങ്ങി വിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. എത്ര പ്രോഫിറ്റ് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10% മുതൽ 20% വരെ നമുക്ക് ന്യായമായ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇതിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ആളുകളുണ്ട്, വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഇത് ന്യായമായ പ്രോഫിറ്റാണ്. 10 തൊട്ട് 20% വരെ നമുക്ക് നല്ല ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അതായത് 1 ലക്ഷം രൂപയുടെ ഒരു വാഹനമാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ, 1 ലക്ഷം രൂപയ്ക്കുള്ള ഒരു വാഹനമാണ് വിൽക്കുന്നതെങ്കിൽ അതിൽ 20,000 രൂപ വരെ നിങ്ങൾക്ക് ലാഭമാണ്. അപ്പം ഒരു 5 ലക്ഷം രൂപയുടെ വാഹനം വിറ്റാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലാഭമുണ്ടാക്കാം. മാസത്തിൽ അങ്ങനെ 10 എണ്ണം വിറ്റാൽ പോരെ, നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ അടുത്ത് വരുമാനമായില്ലേ? അപ്പം നമുക്ക് യൂസ്ഡ് കാർ വിൽപ്പന എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നഷ്ടം സംഭവിക്കാത്ത ഒന്നാണ്. എപ്പോഴാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കൊണ്ടുവരുന്ന വാഹനങ്ങൾ നമ്മുടെ ഷോറൂമിൽ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടിരിക്കുന്ന വാഹനങ്ങൾ, യൂസ്ഡ് ആയിട്ടുള്ള വാഹനങ്ങൾ, അവ കൃത്യമായി പരിശോധിച്ച് അതിന് കാര്യമായ കേടുപാടുകളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ വാങ്ങിക്കുക. ഉപയോഗിക്കാൻ കൊള്ളാത്ത വാഹനം വാങ്ങിച്ചിട്ടിട്ട് അത് വിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് നഷ്ടം വരിക. ഉപയോഗിക്കാൻ കൊള്ളാവുന്ന വാഹനങ്ങൾ വാങ്ങിച്ചിടുക. അത് കസ്റ്റമേഴ്സ് വരുമ്പോൾ അവർക്ക് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് വാഹനം വിൽക്കുക. ഇനി അടുത്തൊരു കാര്യം, നമ്മൾക്കിപ്പം ചെറിയ കംപ്ലൈൻറ്റോട് കൂടിയിട്ടാണ് നമുക്കിപ്പം വാഹനം കിട്ടിയിരിക്കുന്നതെങ്കിൽ നമ്മളത് സർവീസ് ചെയ്ത് പ്രോപ്പറാക്കി ഇടുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു സർവീസിങ് ചാർജും ഇതിൽ ഈടാക്കാനായിട്ട് സാധിക്കും നിങ്ങൾ വാഹനം വിൽക്കുമ്പോൾ. അപ്പോൾ കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ സംതൃപ്തി ഉണ്ടാകും. നല്ലൊരു വാഹനമാണ് അവർക്ക് കിട്ടുന്നതെന്നൊരു ബോധ്യമുണ്ടാകും. നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ വാഹനത്തെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കണം. ഇന്നതാണ് മറ്റു വാഹനങ്ങളെ അപേക്ഷിച്ച് ഈ വാഹനത്തിനുള്ള മേന്മ എന്താണ്, കസ്റ്റമേഴ്സിന് ഇതും കൊണ്ട് എന്താണ് നേട്ടമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയമുള്ളത്. അതുപോലെ യൂസ്ഡ് കാറുകളൊക്കെ നമ്മൾ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്, എവിടെയെങ്കിലും കൊണ്ടുപോയി അങ്ങ് ഇട്ടേക്കാണ് വണ്ടികൾ, യൂസ്ഡ് കാറുകൾ ചെളിയായിട്ടും അതുപോലെ ചപ്പ് ചവറുകളൊക്കെ നിറഞ്ഞിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ്, ഞാനിപ്പോൾ പോകുന്നെങ്കിൽ എനിക്കിഷ്ടപ്പെടില്ല അത്. അപ്പോൾ കസ്റ്റമേഴ്സിന് അത് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒരു നല്ലൊരു പ്ലേസിൽ കൊണ്ടുപോയിടുക, അവിടെ വെച്ച് നിങ്ങൾക്ക് വിൽക്കാം. ഇനി നിങ്ങൾക്ക് യൂസ്ഡ് കാറുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വിൽക്കുന്നതിലും നല്ലതായിട്ട് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാതെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. അതായത് ഒരു കമ്മീഷൻ ബേസിസിൽ നിങ്ങൾക്ക് ഇത് കച്ചവടം നടത്താം. ഇപ്പം കാറിൻ്റെ ഓണർ നമ്മുടെ ഒരിക്കൽ കാറ് കൊണ്ടുവരുന്നു, ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ച് നമ്മൾ അവിടെ നിന്ന് നമ്മൾ വിൽക്കുകയാണ് കാറ്. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ കാർ വിൽക്കുന്നു, അപ്പോൾ അതിൻ്റെ കമ്മീഷൻ നമുക്ക് എടുക്കുന്നു. ഒരു ബ്രോക്കറേജ് പോലെയും നമുക്കിവിടെ പ്രവർത്തിക്കാം. അപ്പോൾ ഏതൊക്കെ രീതിയിൽ വരുമാനം ഉണ്ടാക്കാം? നമുക്കൊന്നെങ്കിൽ ഡയറക്റ്റ് യൂസ്ഡ് കാറുകൾ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ടിട്ട് നമുക്ക് വിൽപ്പന നടത്താം. അല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ആൻഡ് സെല്ലിങ്ങിലൂടെ, അതായത് കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഓണറുടെ കാർ ഓണറുടെ വെഹിക്കിൾ ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ ഡിസ്പ്ലേക്ക് വയ്ക്കുന്നു, അവിടെ നമ്മളൊരു സെൽ ബോർഡും വയ്ക്കുന്നു. ഇത് വിറ്റ് പോയാൽ നമുക്ക് അതിൻ്റെ കമ്മീഷൻ കിട്ടുന്നു. ആ രീതിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഒരിക്കലും യൂസ്ഡ് കാർ വിൽപ്പന നമുക്ക് ഒരിക്കലും നഷ്ടം വരത്തില്ല. കസ്റ്റമേഴ്സിൻ്റെ ഒരിക്കൽ എപ്പോഴും ഉള്ളതായിട്ട് പറയാൻ ശ്രമിക്കുക. വണ്ടി എപ്പോഴും നമ്മൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുക. ഇതിപ്പം നമുക്ക് യൂസ്ഡ് കാർ വിൽക്കണമെങ്കിൽ നമ്മുടെ വീടിന് മുറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇട്ടും നമുക്ക് ഈ വണ്ടി വിൽക്കാം. അതിന് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഷോറൂം പോലെ തുടങ്ങണമെന്നൊന്നുമില്ല. നമുക്കിപ്പം ബിസിനസ് കൂടുതൽ വളർന്നു പോകണമെങ്കിൽ നമുക്കൊരു കുറച്ച് സ്പേസ് നമുക്ക് റെൻറ്റിന് എടുക്കുകയോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒരു സൗകര്യം നോക്കിയിട്ട് നമ്മൾ ഒരു ഏരിയ ഏർപ്പാടാക്കിയിട്ട് നമുക്ക് അവിടെ ഒരു ഷോറൂം പോലെ തുടങ്ങി വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ തുടക്കക്കാർക്ക്
ഇത് നമുക്ക് വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്കിത് ചെയ്യാവുന്നേ ഉള്ളൂ. കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുന്നതിന് മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട ഒരു മാർഗ്ഗമുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ യൂസ്ഡ് കാറുകൾ വിൽക്കാൻ നേരത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിൽ നമ്മൾ ഈ കാറിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിലും കൊടുക്കണം. അതിൽ നിങ്ങൾ ഫോട്ടോസ് കൊടുക്കണം, അതുപോലെ തന്നെ വീഡിയോസ് കൊടുക്കുക. അപ്പം കൂടുതലായിട്ട് കസ്റ്റമേഴ്സിന് ഇത് വാങ്ങിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടുന്നത് നല്ല രീതിയിൽ തന്നെ ഇടപെടുക. ഒരിക്കലും അവരെ വഞ്ചിക്കുന്നതാണ് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കാൻ പാടില്ല. ഉള്ള കാര്യം കൃത്യമായിട്ട് പറയുക. വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററി നിങ്ങളുടെ